നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവിൽ അലീന ശരണ്യയുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുകയാണ്. മോളെ, നിന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല ഇങ്ങനെ സംഭവിച്ചത്. പ്രണയമൊക്കെ സർവ്വസാധാരണമാണ് ഈ പ്രായത്തിൽ. ചിലപ്പോൾ കുറച്ച് ആൾക്കാർ പറയുമായിരിക്കും, അവൾ പഠിക്കേണ്ട പ്രായത്തിൽ പോയി പ്രണയിച്ചിട്ടല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അവൾക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന്. മോളത് കാര്യമാക്കേണ്ടതില്ല. ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ അങ്ങോട്ട് കളഞ്ഞാൽ മതി. ഈ പ്രായത്തിൽ പ്രണയിച്ചില്ല പിന്നെ എപ്പോഴാ പഠിച്ചൊരു ജോലിയെല്ലാം കിട്ടിയതിന് ശേഷം പ്രണയിക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ല, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പം ശരണ്യയുടെ മുഖവും തെളിഞ്ഞു. ആ മുമ്പത്തെ അത്ര സങ്കടം മുഖത്തുണ്ടായിരുന്നില്ല. കുറേ സങ്കടം അങ്ങോട്ട് പോയതുപോലെ അലീനയ്ക്ക് തോന്നി. അലീന പറഞ്ഞു, മോൾ ഇനി എഴുന്നേറ്റ് വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകാൻ പറഞ്ഞു. അല്ല, അത് പിന്നെ എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. അങ്ങനെ അലീന അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മുഖമൊക്കെ കഴുകിക്കുകയാണ്. ഇതങ്ങോട്ടേക്ക് വന്ന് ശരണ്യയുടെ അമ്മ കണ്ടു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ പെട്ടെന്ന് പുറത്തേക്ക് ഓടിച്ചെന്നു. ശരണ്യയുടെ അച്ഛനും സഹോദരന്മാരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, അതെ ശരണ്യ എഴുന്നേറ്റെന്ന് പറഞ്ഞു. എഴുന്നേറ്റോ എന്ന് ശരണ്യയുടെ സഹോദരൻ ചോദിച്ചു. അതെ, എഴുന്നേറ്റു. ആ കൊച്ചു കാരണം അവൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, സത്യമാണ് നീ പറയണേ? അതേന്നേ, എനിക്ക് ഉറപ്പുണ്ട്. ആ കൊച്ചിങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് മാത്രം മോളിപ്പോൾ എഴുന്നേറ്റ്, അല്ലായിരുന്നെങ്കിൽ എഴുന്നേക്കത്തൊന്നുമില്ലായിരുന്നു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശരണ്യയുടെ സഹോദരൻ പറഞ്ഞു, എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ദേ, നിന്റെ സംശയം നിന്റെ മനസ്സിൽ വെച്ചാൽ മതി എന്ന് ശരണ്യയുടെ സഹോദരന് ഗോപനോട് ശരണ്യയുടെ അമ്മ പറഞ്ഞു. ആ കൊച്ചു ഒരു പരാതി കൊടുത്തായിരുന്നെ കാണായിരുന്നു രണ്ടുപേരും അകത്ത് കിടക്കണേ. ആ കൊച്ചു പരാതി കൊടുക്കാത്ത ആ കൊച്ചിനെ നല്ല മനസ്സ് മൂലമാണ്. അത് കേട്ടപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, അല്ല ആ കൊച്ചിന് എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടെന്ന് ചോദിച്ചു. വേണം, ഞാൻ അകത്തേക്ക് അല്ലട്ടെ, എന്തെങ്കിലും കുടിക്കാനോ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ അമ്മ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് അലീന അവളുടെ മുഖമൊക്കെ കഴുകിച്ചു. അങ്ങനെ ശരണ്യ മുഖമൊക്കെ കഴുകി തുടച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡ്രസ്സൊക്കെ മാറ്റിച്ച് അങ്ങനെ നല്ല സുന്ദരിയാക്കുകയാണ്. മുടിയൊക്കെ ചീവി കൊടുത്തു. ഈ സമയം ശരണ്യയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു. അവൾ 2 പ്ലേറ്റിനകത്ത് ചോറൊക്കെ കൊണ്ടുവന്നു. ആ സമയത്ത് അലീന വെച്ച്, ഇതെന്താ 2 പ്ലേറ്റ്? ഒന്നും മോൾക്കൊള്ളാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 2 പേർ കൂടി ഇത് ഒന്നും മതിയെന്ന് പറഞ്ഞു. ഒന്നോ? അത് മതി ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ശരണ്യനെ അവിടെ പിടിച്ചെടുത്തി അലീന അവൾക്ക് വാരി കൊടുക്കുകയാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. ശരിക്കും ഒരു ചേച്ചി എങ്ങനെയാണോ തൻ്റെ അനുജത്തിയെ പരിചരിക്കുന്നത്, അവൾക്കൊരു ആപത്ത് വരുമ്പോൾ കൂടെ നിർത്തുന്നത്, അതേപോലെയാണ് അലീന ശരണ്യയെ കാണുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ആ സമയം മനുശങ്കർ യാത്രയാണ്. അപ്പോഴേക്കും മനുഷ്യങ്കർ അലീനയെ വിളിക്കണമെന്ന് തോന്നി. അങ്ങനെ അലീനയെ ഫോൺ ചെയ്യണം. പക്ഷെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ നമ്പർ പരിധിക്ക് പുറത്ത്. 2-3 വട്ടം വിളിച്ചു. അപ്പോഴെല്ലാം പരിധിക്ക് പുറത്താ പറയണേ. ഇതെന്താ ഇങ്ങനെ, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് മനുശങ്കർ പിന്നീട് നേരെ കൃഷ്ണമോളെ വിളിക്കുകയാണ്. പിന്നീട് കൃഷ്ണമോള് കോൾ എടുത്തിട്ട്, ആ മനുവേട്ട പറഞ്ഞോളാൻ പറഞ്ഞു. അല്ല, അലീന അവിടെ ഇല്ലേ മോളെന്ന് ചോദിച്ചു. അത് അലീന ചേച്ചി രാവിലെ പുറത്തു പോയതാ. എവിടെ പോയതാ? അത് ശരണ്യയെ കാണാൻ പോയതാന്ന് പറഞ്ഞു. അല്ല, അവള് രാവിലെ പോലെ പോയതല്ലേ, ഇതുവരെയായിട്ടും എത്തിയില്ലേന്ന് ചോദിച്ചു. എത്തിയില്ല എന്ന് പറഞ്ഞു. വിളിച്ചിട്ടും കിട്ടുന്നില്ല, എന്താണോ എന്തോ. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അവിടെ എത്തിയെന്നും പറഞ്ഞ് അലീന ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരണ്യയുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്തായാലും അവൾ ഇത്ര സമയമൊക്കെ പോയിരിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അവൾ ഇറങ്ങാൻ സമയമായല്ലോ, ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പോയി കാണുമായിരിക്കും. ചിലപ്പം ഓട്ടോക്കാരെ ഷായിച്ചേൻ്റെ വീട്ടിൽ പോയി കാണും. അവിടെ എന്തിനാ പോണേ? അതെ, അലീന ചേച്ചി ഡ്രസ്സ് കൊടുക്കാൻ പോയതായിരിക്കും. ഡ്രസ്സോ? അത് ഇന്നലെ പിന്നെ മണ്ണെണ്ണ ഒക്കെ അലീന ചേച്ചിയുടെ ദേഹത്ത് വീണ് കഴിഞ്ഞപ്പോൾ അലീന ചേച്ചി ആകെപ്പാടെ നനഞ്ഞു കുളിച്ചു പോയില്ലായിരുന്നോ? അതുമാത്രമല്ല, ഡ്രസ്സൊക്കെ ആകെപ്പാടെ കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോക്കാരെ ഷായിച്ചേനാണ് വിളിച്ചുകൊണ്ട് പോയി ഡ്രസ്സൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞു. ആ സമയത്ത് മനുഷ്യൻ പറഞ്ഞു, അല്ല അവൾ ഈ കോളനിയിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇന്നും, അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഒന്നുമല്ലേലും അവൾ ബാലേന്ദ്രൻ മേനോൻ്റെ വീട്ടിലെ കുട്ടിയല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, മനുവേണ്ണ തെറ്റി, അലീന ചേച്ചി സ്നേഹനികേതനത്തിലെ കുട്ടിയാന്ന് പറഞ്ഞു. അലീന ചേച്ചിക്ക് അങ്ങനെ പറയുന്ന ഇഷ്ടം, സ്നേഹനികേതനത്തിലെ കുട്ടിയാണ്. ഒരു പക്ഷേങ്കിൽ സ്നേഹനികേതനം തുടങ്ങുവാണെങ്കിൽ അലീന ചേച്ചി ഇനിയും വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നു തന്നെ പറഞ്ഞു. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, എനിക്ക് അവളെ എതിരായിട്ടും പിടി കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. കൃഷ്ണമോൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഇവിടെ അച്ഛനും കുറേശ്ശെയൊക്കെ മനസ്സിലായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ശരി, ഞാൻ അവളെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മനുശങ്കർ കോള് കട്ട് ചെയ്തു. അതേ സമയത്ത് ബാലേന്ദ്രൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഒരു അപേക്ഷയൊക്കെ എഴുതി കൊടുക്കണം. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ ചോദിച്ചു, അല്ല ഷോപ്പ് തുറക്കാനായിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് ചോദിച്ചു. വേണ്ടി വരും സാറേ. അല്ല, ഈ ഷോപ്പെല്ലാം കൂടെ ഒരുമിച്ച് തുറക്കാനാണോ പ്ലാന്? കഴിഞ്ഞ് 10 ദിവസമായിട്ട് അടച്ചിട്ടിരിക്കുമല്ലേന്ന് ചോദിച്ചു. അല്ല,
ഇങ്ങനെ ഷോപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഭയം ഉണ്ടോയെന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ വരുന്നവർക്ക് ചിലപ്പം ഷോപ്പ് കത്തിക്കാൻ തോന്നിയാലോ, കുറച്ച് പെട്രോളുമായിട്ട് വന്ന് തീയിട്ടാലോ. അങ്ങനെ അവർ ചെയ്യുമോ? കാരണം ബാലേന്ദ്രൻ്റെ കടയെ മാത്രമല്ല ബാധിക്കുന്നത്, തൊട്ടടുത്തുള്ള 19 കടയെയും ബാധിക്കുന്ന കാര്യമല്ലേ. അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല. പിന്നെ അപേക്ഷ തന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം. നാളെ ഷോപ്പ് തുറന്നു, ഞങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വന്നേക്കാം, വിളിച്ചു പറഞ്ഞാൽ മതി. പിന്നെ 1-2 പേരെ വേണമെങ്കിൽ അവിടെ ഇട്ടേക്കാന്ന് പറഞ്ഞു. അത് മതി സാർ. അങ്ങനെ ബാലേന്ദ്രൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, മകൻ്റെ കാര്യം ഇത്തിരി പരിങ്ങലല്ലേ, ജാമ്യം പോലും കിട്ടത്തില്ലല്ലേ എന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ കിട്ടണം. എന്തായാലും വളഞ്ഞ വഴിയൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല സാറേ, അതിനെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എവിഡൻസ് ഒക്കെ അത്ര സ്ട്രോങ് ആണ്, അതുകൊണ്ട് രക്ഷപ്പെടുന്ന കാര്യം സംശയമെന്ന് പറഞ്ഞു. ബാലേന്ദ്രന് മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നീട് ബാലേന്ദ്രൻ പോകാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു, അല്ല എല്ലാ ഷോപ്പും കൂടെ നാളെ ഒന്നിച്ച് തുറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല സാറേ, ആദ്യം ഹാർഡ്വെയർസ് തുറക്കണം, അതിനുശേഷം ടെക്സ്റ്റൈൽസ്, അവസാനം ജ്വല്ലറിയും തുറക്കാന്നാ തീരുമാനിച്ചിരിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീട് ബാലേന്ദ്രൻ വരുന്ന വഴിയിൽ ഗോവർദ്ധനെ വിളിക്കുകയാണ്. ഗോവർദ്ധൻ കോളെടുത്ത്, എന്താ ബാലേട്ട നീ ഇത് എവിടാന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ട്. അതെ, നീ ഒരു കാര്യം ചെയ്യ, ഒന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എന്താ ബാലേട്ട, എന്തെല്ലാം അത്യാവശ്യം ഉണ്ടോ? അത്യാവശ്യം ഉണ്ടല്ലോ നീ വരത്തുള്ളൂ എന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഒന്ന് ഷേവൊക്കെ ചെയ്തിട്ട് വന്നാൽ മതിയോ? അത് മതി, അത് കഴിഞ്ഞിട്ട് വന്നേക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ശരി ബാലേട്ട എന്ന് പറഞ്ഞു. പിന്നീട് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുമ്പോൾ കൃഷ്ണമോളാണ് പോയി കഥ തുറക്കണേ. അല്ല, അവൾ വന്നില്ലേ, അലീന വന്നില്ലേന്ന് ചോദിച്ചു. ഇല്ലച്ച, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്തിയെന്നും പറഞ്ഞുകൊണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ വിളിക്കുവാണ്. വിളിച്ചു കഴിഞ്ഞപ്പം നമ്പർ പരിധിക്ക് പുറത്താന്നാ പറയണേ. കൃഷ്ണമോൾ പറഞ്ഞു, അച്ഛ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നമ്പർ പരിധിക്ക് പുറത്താന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധനും സുലോചനയും കൂടെ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. വരണ സമയത്ത് ഗോവർദ്ധനോട് സുലോചന ചോദിച്ചു, അല്ല ബാലേട്ടനെ എന്തിനാ എന്തൊക്കെ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്താലോ, ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയിട്ട് പോയാലോ? വൈചേച്ചിയുടെ അടുത്ത്. എന്തിനാ കയറുന്നേ, തിരിച്ചു വരുമ്പോൾ വേണേ കയറാം. അവർക്ക് എന്തായാലും നല്ല തൻ്റെ ഇടമുണ്ട്, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവരെ ഒന്നും ബാധിച്ചിട്ടില്ല. എന്ത് വന്നാലും തൻ്റെ ഇടത്തോടെ നേരിടും എന്നുള്ള ചിന്തയില്ല. മകനാണെങ്കിലോ ജയിലിൽ, അതുപോലെ തന്നെ അവർക്കും ഇങ്ങനെ വയ്യാണ്ട് കിടക്കുന്നു. പക്ഷെ അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. സുലോചന ശരിയാ, എത്ര പറഞ്ഞാലും അവരുടെ തലയിലേക്ക് കയറത്തില്ലോ ചേച്ചിയുടെ തലയിലേക്ക് എന്നൊക്കെ പറയണം. പാവം ബാലേട്ടൻ്റെ കാര്യം ഓർത്തിട്ടാ ആകെപ്പാടെ വിഷമം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അവരകത്തേക്ക് കയറി വരുന്ന സമയത്ത് ബബിത ഹാളിലിരുന്നുണ്ട് ചിപ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സുലോചന വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ബബിത നീ കഴിക്കണമെന്ന് ചോദിച്ചു. അത് പിന്നെ ഈ അടുത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് ചിപ്സ് വാങ്ങിയതാ, എന്തെങ്കിലും സമയമൊക്കെ പോകണ്ടേന്ന് ചോദിച്ചു. അതെ, ഞാൻ കുറച്ച് പലഹാരം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് കവറിനകത്തുനിന്ന് കുറച്ച് പലഹാരമൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുവാണ്. ആ സമയം കൃഷ്ണമോൾ പറഞ്ഞു, കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ചലീന എന്തിയെ, അവളെ കണ്ടില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു, അലീന ചേച്ചി ശരണ്യയുടെ അടുത്ത് പോയേക്കുവെന്ന് പറഞ്ഞു. ശരണ്യോ? അതേതാ? ആ സമയം ഗോവർദ്ധനം പറഞ്ഞു, ആ പെൺകുട്ടിയില്ലേ, മറ്റേ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി, അവിടെയോ? അവിടെ എന്തിനാ അവള് പോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അവളിപ്പോൾ അവിടെയല്ലേ, എന്ത് ചെയ്യാനെന്ന് പറ, രാവിലെയും വൈകുന്നേരം അങ്ങോട്ടേക്ക് പോക്കും വരുമല്ലേന്ന് ചോദിച്ചു. ഈ സമയം കൃഷ്ണമോൾ പറഞ്ഞു, ഇല്ലാത്ത കാര്യം എന്തിനാ ബബിതേച്ചി പറയണമെന്ന് ചോദിച്ചു. ആ സമയം സുലോചന പറഞ്ഞു, എന്നാലും അവൾ അവിടെ പോകേണ്ട കാര്യം എന്താ, ഇനിയിപ്പോൾ ആ പെൺകുട്ടിയെ സ്വാധീനിക്കാൻ മറ്റോ ആണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ബബിത പറഞ്ഞു, പിന്നെ അവൾ പോയി സ്വാധീനിക്കാനായിട്ട് നല്ല കഥയായി, അവളല്ലായിരിക്കണം. അവൾ ഇന്നലെ പോയിട്ട് അവൾക്കിട്ട് കിട്ടിയ പണി എന്താണെന്നറിയാവോ? എന്തു പറ്റി പോയിട്ട്? അവളെല്ലാവരും കൂടി കത്തിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയല്ലേ ബബിതേച്ചി, ആരെ കത്തിച്ചെന്നാ പറയണേ. അത് പിന്നെ തീപ്പെട്ടി കൊള്ളി വരച്ചിട്ട് തീ കത്താഞ്ഞിട്ടല്ലേന്ന് ചോദിച്ചു. തീ കത്തിയായിരുന്നെങ്കിൽ അവൾ നിന്ന് കത്തത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. പിന്നീട് കാര്യങ്ങളൊക്കെ വിസ്തീരിച്ച് പറയണം. അതൊക്കെ കേട്ടിഞ്ഞപ്പോൾ സുലോചനയും ഗോവർദ്ധനും ഒന്നും ഞെട്ടി. അവരിത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സുലോചന പറഞ്ഞു, എങ്കിൽ പിന്നെ അവൾ അങ്ങോട്ടേക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒന്നുമല്ലല്ലോ, അവൾ ഈ വീട്ടിലെ കുട്ടിയല്ലേന്ന് ചോദിച്ചു. ഭവിത പറഞ്ഞു, ആരോട് പറയാനായിട്ട്, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവളല്ലേലും വലിയ പുണ്യാളത്ത് കളിക്കുമല്ലേ, അവിടെ പോയി അവളെ ആശ്വസിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾ ഈ വീട്ടിലല്ലേ നിൽക്കുന്നേ. അപ്പം ഈ വീട്ടിലുള്ളവർക്ക് വേണ്ട താങ്ങും തള്ളുമായിട്ട് നിൽക്കാനായിട്ട് രോഹിതൻ്റെ ഒപ്പം നിൽക്കുന്നതിന് പകരം അവൾ അവിടെ പോയി ശരണ്യയോടൊപ്പം നിൽക്കുന്നു. അതെവിടുത്തെ ന്യായമാണെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുലോചന പറഞ്ഞു, അത് ശരിയാണല്ലോ. കൃഷ്ണമോൾ പറഞ്ഞു, അതെ, അലിയനി ചേച്ചി ആ ഗണത്തിൽപ്പെടുത്തല്. അലിയനി ചേച്ചി എപ്പോഴും
ദ്രോഹിക്കുന്നവരുടെ കൂടെ അല്ല നിൽക്കുന്നത്, ദ്രോഹിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. അലീന ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയാ. ഈ വീട്ടിലെ കുട്ടിയെന്ന് പറയാൻ പറ്റില്ല. അലീന ചേച്ചി വളർന്നെവിടെയാ? ഓർഫനേജിലല്ലേ. അതുകൊണ്ട് അലീന ചേച്ചി ആരുടെ ഭക്ഷത്തൊന്നും നിൽക്കത്തൊന്നും ഇല്ല, സത്യസന്ധമായിട്ടോ നിൽക്കത്തുള്ളൂ. ഇതേ ഈ ബബിതേച്ചിയുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ 3-4 പേര് ചേർന്ന് നശിപ്പിച്ചേ. ആ പെൺകുട്ടിക്കാണ് ഇപ്പോൾ ആശ്വാസം പാരേണ്ടത്. ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കുമോ അതോ പീഡിപ്പിച്ചവരുടെ കൂടെ നിൽക്കുമോ? സുലോചന പറഞ്ഞു, അത് ശരിയാണല്ലോ, ന്യായമാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭവിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭവിത പറഞ്ഞു, പിന്നെ ഒരു ന്യായം, ഞാൻ ഇതിനകത്ത് വലിയ ന്യായമൊന്നും കാണുന്നില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുമ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, എന്താടിത് ഭവിത നിനക്ക് ദേഷ്യം? ഒന്നുമില്ല എന്ന് പറഞ്ഞ് കയറിപ്പോയി. അങ്ങനെ ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നു. ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണനോട് പറഞ്ഞു, അച്ഛാ അലീന ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഗോവർദ്ധന ചോദിച്ചു, അല്ല അലീന ശരണ്യയുടെ വീട്ടിലേക്ക് പോയല്ലേ എന്ന്? അതേന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ കൂടുതലൊന്നും പറയാൻ പോയില്ല. അപ്പോഴാണ് പലഹാരപ്പൊതിക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെന്താടി നീ കൊണ്ടുവന്നാണോന്ന് ചോദിച്ചു. സുലോചന പറഞ്ഞു, അതേന്ന് പറഞ്ഞു. വൈജി എവിടെ ഇല്ലാത്ത നന്നായി. അതെന്താ ബാലേട്ട അങ്ങനെ പറഞ്ഞേ? വൈജി ഉണ്ടേ പറയും, നീ പലഹാരം കൊണ്ടുവന്നീപ്പോ. അയ്യോ എന്തിനാ സുലോചന ഇതൊക്കെ കൊണ്ടുവന്നേ? ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും ഇഷ്ടമില്ല, നീ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. സുലോചന പറഞ്ഞു, അതെ മുമ്പ് ഇതുപോലെ അപമാനം ഞാൻ സഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കൃഷ്ണമോളോട് പറഞ്ഞു, മോളെ ബാ നമുക്കകത്ത് പോയി ചായ വെക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അടുക്കളയിലേക്ക് പോയി. ആ സമയം ബാലേന്ദ്രന് ഗോവർദ്ധനം വിളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നീട് ഗോവർദ്ധനോട് പറഞ്ഞ്, നാളെ മുതൽ കട തുറക്കാമെന്ന് വിചാരിച്ചായിരിക്കുന്നത്, ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ തേടിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.